ആരാണ് മമ്പുറത്തങ്ങൾ? കുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ. അള്ളാഹുവിലേക്ക് അടുത്ത് ചേർന്ന് അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്നവരാണ് അവരൊക്കെ. ബഹുമാനപ്പെട്ട തങ്ങളുടെ അടുക്കിലേക്ക് ഒരു പരാതി വന്നെത്തി. എന്താണ് പരാതി? സഹോദരങ്ങളെ, മമ്പുറത്തങ്ങളോട് ഒരാൾ പരാതി പറയുകയാണ്. എന്താണ്? ഒരു കാള, അദ്ദേഹത്തിൻ്റെ കാളയെ കാണാനില്ല എന്നുള്ള ഒരു പരാതി. അപ്പോൾ മമ്പുറത്തങ്ങളുടെ ഒരു ചാവി, ഒരു താക്കോല് കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതുമായി നീ പോവുക, എല്ലാം അള്ളാഹു പരിഹരിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സഹോദരൻ തൻ്റെ കാളയെയും അന്വേഷിച്ച് നടക്കുകയാണ്. പെട്ടെന്നാണ് മഴ പെയ്തത്. അങ്ങനെ മഴ പെയ്ത സമയത്ത് അദ്ദേഹം ഒരു പീഡിയത്തിനേലേക്ക് കയറി. ആ പീഡിയത്തിനെ പൂട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ചാവി കയ്യിലുണ്ടായിരുന്നത് വെറുതെ വെച്ച് തിരിച്ചപ്പോഴാണ് അദ്ദേഹം അത് തുറന്നപ്പോൾ കണ്ട കാഴ്ച തൻ്റെ കാള അത് പുല്ല് തിന്നുന്ന കാഴ്ചയാണ്. അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടുപോയി. മറ്റൊരു കറാമത്ത് എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ പോവുക, തെങ്ങിൻ്റെ മുകളിലേക്ക് കയറി ചൂട്ട് കത്തിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചൂട്ട് കത്തിക്കുകയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കപ്പൽ കരക്കടിയുകയും സയ്യിദ് അലവി തങ്ങളെ കാണാൻ വന്നവരാണ് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ മമ്പുറത്തങ്ങൾ പറഞ്ഞത് ഇതായിരുന്നു എന്നാണ് പിന്നീടാണ് ജനങ്ങൾ മനസ്സിലാക്കിയത്. കാരണം തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ചൂട്ടുകട്ടയും കാണിക്കാൻ പറഞ്ഞത് കപ്പൽ റൂട്ട് തെറ്റിപ്പോവാതെ കൃത്യമായി വരാൻ വേണ്ടിയായിരുന്നു എന്ന് പിന്നീടാണ് അവർ മനസ്സിലാക്കിയത്. ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് കൃത്യമായി അറിയാൻ കഴിയും. അള്ളാഹു അവർക്ക് കൊടുത്ത ഒരു കഴിവാണ്. അള്ളാഹു അവരെ ആദരിക്കുകയാണ്, സ്നേഹിക്കുകയാണ്. കാരണം റബ്ബിനോട് എത്രത്തോളമാണ് അവരടുക്കുന്നത്, അത്രത്തോളം അവരുടെ പദവി അള്ളാഹു അതിനേക്കാളൊക്കെ, അവരൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു ഉയർത്തി കൊടുക്കും. അതാണ് നമ്മുടെ റബ്ബ്. നമ്മളെന്താ അള്ളാഹുവിലേക്ക് അടുക്കാത്തത്? അള്ളാഹുവിൻ്റെ 24 മണിക്കൂർ നേരം അള്ളാഹുവിനെ കുറിച്ച് നമുക്കും ചിന്തിക്കാം. മെല്ലെ 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 ചെറുതായിട്ട് ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങി അള്ളാഹുവിലേക്ക് നമ്മൾ കടന്നു പോകണം. മനസ്സിലാക്കണം അള്ളാഹു ആരാണ് എന്നുള്ളത്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഡെയിലി നമസ്കരിക്കുന്നവരാകാം. പക്ഷേ നമ്മൾ റബ്ബിനോടുള്ളൊരു ആത്മബന്ധം കഠിനമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സഹോദരങ്ങളെ, ഏതൊരവസ്ഥയിലും നമ്മൾ പെട്ടുകഴിഞ്ഞാൽ, നമ്മൾ പ്രയാസത്തിൽ പെട്ടുകഴിഞ്ഞാൽ, നമ്മൾ ചെയ്ത തെമ്മാടിത്തരങ്ങൾ, നമ്മൾ ചെയ്ത തെറ്റുകൾ, ഒരുപാട് നമ്മൾ ചെയ്ത ആളുകൾക്ക് ഷിഹർ ചെയ്തവർ, ഒരാളെ 4 ആളുകളുടെ മുമ്പിൽ വഷളാക്കാൻ വേണ്ടി പല പ്രവൃത്തികളും നമ്മൾ ചെയ്ത് ആഘോഷിച്ച് നടക്കുന്നവർ പലരുമുണ്ട് ഈ ലോകത്ത്. ചില ആളുകൾക്ക് എത്ര ഉപകാരം ചെയ്തു കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. അവർ വീണ്ടും വീണ്ടും ഉപകാരം ചെയ്ത വ്യക്തികളെ ദ്രോഹിക്കുന്ന ക്രൂരന്മാരും ക്രൂരിമാരും ഉണ്ടാവും. എത്രയോ ആളുകളുണ്ട് സഹോദരങ്ങളെ. അതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിശാചിനെ സേവിക്കുന്ന ആളുകളാവരുത്. എന്താണ് പിശാചിനെ സേവിക്കുന്നത് എന്ന് പറഞ്ഞാൽ? പിശാചിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിന് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. എന്താണ്? വലത്തേ കൈ കൊണ്ട് എന്തും മേടിക്കുക. ഇടത്തേ കൈ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും മേടിക്കുകയാണെന്നുണ്ടെങ്കിലും അത് വലത്തേ കൈ കൊണ്ടാവണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതൊരു സുന്നത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇടത്തേ കൈ കൊണ്ട് അങ്ങനെ അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പിശാചി സന്തോഷിക്കും. ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിനെ നമുക്കറിയാമല്ലോ. ബഹുമാനപ്പെട്ടവരെന്നും വലത്തേ കൈ കൊണ്ട് കൊടുക്കുകയും വാങ്ങുകയും, ഇത് നമ്മളെ പഠിപ്പിച്ചവരാണ്. അതൊക്കെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സൂക്ഷ്മത. അപ്പോൾ റബ്ബ് നമ്മളെ വിളിച്ചാൽ, അള്ളാഹ് മനം പൊട്ടി വിളിച്ചാൽ, അള്ളാഹു നമ്മളെ വിളിക്കുത്തരം തരണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തവരാണ്. അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവരാരും ആകരുത് സഹോദരങ്ങൾ. എത്രയോ പെണ്ണുങ്ങളുണ്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റു പുരുഷൻ്റെ പുറകെ പോകുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരും ഈ കാര്യത്തിൽ മോശമൊന്നുമില്ല. നമ്മൾ കുടുംബാവങ്ങൾ ചെയ്തിട്ട് നമുക്കൊരു നരകം വന്നു കഴിഞ്ഞാൽ നമ്മൾ നരകിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കിടന്ന് നമ്മൾ അള്ളാഹ്നെ വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് വിളിക്കും.
ഒരു കാലത്ത് നമുക്ക് ഇത്രയും വയസ്സ് വരെ നമ്മൾ ജീവിച്ചു, അള്ളാഹുവിനെ കുറിച്ചൊരു ചിന്ത നമുക്കില്ല. നമുക്കെപ്പോഴും മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക, പാറ വെക്കാൻ വേണ്ടി അസൂയ. എനിക്ക് കിട്ടാത്തത് അവന് കിട്ടിയല്ലോ, അതുകൊണ്ട് അവൻ തകർന്ന് കിട്ടിയിരുന്നെങ്കിൽ, വീണ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ കൊതിക്കുന്നവരാണ് പല ആളുകളും. മനുഷ്യന്മാരിൽ നന്മയില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗം ആളുകളും ഇങ്ങനെയാണ്. പല പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഷിഹർ ചെയ്യുന്നത് സ്ത്രീകളാണ്. ഒരാണുമായി, സ്വന്തം ഭാര്യ ഭർത്താവുമായി നല്ല രീതിയിൽ സ്നേഹബന്ധത്തോട് കഴിയുന്നത് ഒരു പെണ്ണിനും ഇഷ്ടമല്ല. എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ പറയുന്നില്ല, ഒരു 100-ൽ ഒരു 96% പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്. ബാക്കിയുള്ള ശതമാനമേ നല്ല രീതിയിലുള്ള അസ്വസ്തികളും കുരുട്ടും പോലുമില്ലാത്ത സ്ത്രീകളുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ട സ്ത്രീകളെങ്ങനെയാണ് എന്ന് വെച്ച് പുരുഷന്മാരും ഇതുപോലുള്ള ദ്രോഹങ്ങൾ ചെയ്യാത്തവരാ അല്ല എന്നല്ല ഇവിടെ വാദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ റബ്ബ് ഇവിടെ അതിന് ഉത്തരം തരണമെങ്കിൽ നമ്മളെ ഹൃദയശുദ്ധി അത് നന്നാക്കിയെടുക്കുക, അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക. സയ്യിദ് അലവി മമ്പറന്നങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഒരു മഹാവലിയാണ്, സയ്യിദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയൊക്കെ പരമ്പരയിൽപ്പെട്ടവരാണ്, അഹ്ലുബൈത്തിൽപ്പെട്ടവരാണ്. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെ വിഷയത്തിൽ നിന്ന് ഇങ്ങനെ തെന്നിമാറി വേറെ ഏതൊക്കെയോ വിഷയത്തിലേക്ക് കടന്നുപോയി ഞാൻ. അപ്പോൾ നമുക്ക് പരമാവധി പല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഔലിയാക്കളുടെ പേരിലൊക്കെ ഫാത്തിഹ ഓത്. ഒരു 10 ഫാത്തിഹ ഡെയിലി നിങ്ങൾക്ക് ഒരു ഫാത്തിഹ നിങ്ങൾക്ക് ഡെയിലി എത്ര ഓതാൻ പറ്റുക അത്രയും ഓതുക. നിങ്ങൾക്ക് കാവൽ കിട്ടും. അള്ളാഹു തീർച്ചയായും അവരുടെയൊക്കെ കാവലും പൊരുത്തമൊക്കെ നമുക്ക് തെരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് അവർ. അപ്പോൾ അള്ളാഹു അവരെ മുൻനിർത്തിയിട്ട് നമ്മൾ റബ്ബിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരമുണ്ട്. വിശുദ്ധ റമളാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നാളെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. നമുക്കറിയാമല്ലോ, ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിച്ചു പോകുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പം നാളെ എന്താ നമുക്ക് സംഭവിക്കുന്നത് പറയാൻ കഴിയില്ല. നമ്മൾ നാളെ പോകുന്ന ലക്ഷ്യത്തിലേക്കുള്ള വഴിയാവില്ല, വേറെ എവിടേക്കെങ്കിലും റൂട്ട് തിരിച്ച് വേറൊരു പാതയിലേക്കാവും നമ്മൾ പോവുക. നമ്മുടെ ലൈഫ് ധിക്കാരികളും അഹങ്കാരികളൊക്കെ ആലോചിച്ചെന്നാണോ, അവർക്ക് ആഗ്രഹിച്ചതിന് ഒത്ത രീതിയിലേക്കൊന്നും ഒരു മനുഷ്യനും പോകാൻ കഴിയില്ല. നാളെ ഞാൻ അവിടേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്താൻ കഴിയില്ല. അള്ളാഹു ആണ് തീരുമാനിക്കേണ്ടത്. അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ കഴിയുള്ളൂ എന്ന് മനസ്സിലായില്ലേ? അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിലേക്ക് ലയിക്കണം, അള്ളാഹുവിനെ മനസ്സിലാക്കണം. അള്ളാഹിൻ്റെ ഔലിയാക്കൾ അങ്ങനെയായിരുന്നു അല്ലേ? ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റബ്ബ് പറഞ്ഞു അങ്ങനെ സ്വപ്നത്തിൽ മകനെ അറുക്കണം, ബലി അർപ്പിക്കണം. ബഹുമാനപ്പെട്ടവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോയില്ലേ അറുക്കാൻ വേണ്ടി? നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്വന്തം മകൻ്റെ കഴുത്തിലാണ് കത്തി വെക്കുന്നത്. അതെന്താണ്? ഇതിന്നൊക്കെ മനസ്സിലാക്കണം, അള്ളാഹുവും ഇബ്രാഹിം നബി തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബാണ് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ ചെയ്യ്, നിന്റെ മകനെ നീ ബലി അർപ്പിക്കുക എന്നൊക്കെ. നോക്കൂ, കത്തി കഴുത്തിൽ വെച്ച്, അതാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരുന്നത്. ആ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. പക്ഷെ അതിന് ഏറ്റവും വലിയൊരു പാഠം എന്താണ്? അള്ളാഹിനോട് എത്രത്തോളം ഇഷ്ടമായിരുന്നു ഇബ്രാഹിം നബിക്ക്, അള്ളാഹിനെ എത്രത്തോളം നെഞ്ചിലേറ്റിയിരുന്നു ഇബ്രാഹിം നബി അല്ലേ? മനസ്സിലായില്ലേ സഹോദരങ്ങളെ? ആ ഒരു ബന്ധം നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹും തമ്മിലുള്ള ബന്ധം എന്താ? അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ തമ്മിലുള്ള ഇഷ്ക് എന്താണ്? സ്നേഹം എന്താണ്? നമ്മളെല്ലാ ചരിത്രങ്ങളും നമ്മൾ പഠിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിലൊരൊറ്റ കാര്യം ആലോചിച്ച് നോക്കിയാൽ അറിയാം. അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴമൊന്ന് അളന്നു നോക്കൂ. അത് ആഴത്തിൽ അളക്കാനുള്ള ആഴക്കോല് നമ്മുടെ കയ്യിലില്ല.
പ്രവാചകന്മാരും സഹാബത്തും ഔലിയാക്കളൊക്കെ അള്ളാഹുവിനോട് എങ്ങനെയാണ് അടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കണില്ല. അള്ളാഹുവായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ് അതൊന്നും നമുക്ക് അവരിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നില്ല. നമ്മൾ കുറേ ചരിത്രങ്ങളും ലോകാവസാനം അങ്ങനെ ഒട്ടുമിക്ക സംഗതികളൊക്കെ നമ്മൾ കേൾക്കുമെങ്കിലും നമുക്കിതിനെക്കുറിച്ചിട്ടൊരു അറിവില്ല. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് നിൽക്കുന്നില്ല. നമ്മൾ മമ്പറന്തങ്ങളുടെ കാര്യം ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അമ്പമൂന്ന് വീരാന വലിയ പാപ്പാൻ്റെ ചരിത്രം പറഞ്ഞു. ഷംസുലുലമയുടെ ഉള്ളാൾ തങ്ങളെ, താജുലുലമ ഉള്ളാൾ തങ്ങളെ, ബഹുമാനപ്പെട്ട സിജിച്ച് പറപ്പൂർ പാപ്പുട്ടി മുസ്ലിയാരെ, ബഹുമാനപ്പെട്ട തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരെ, ഒരുപാട് ഔലിയാക്കളുടെയൊക്കെ കുറിച്ച് നമ്മൾ പറയുന്നത് കേട്ടിട്ടും ഉണ്ട്. അവരിൽ നിന്ന് നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവരുടെ പാത നമുക്ക് കൃത്യമായി നമ്മൾ പിന്തുടരാൻ നമുക്ക് സാധിക്കുന്നില്ല. അവരുടെ പാത എന്താണ്? അവരുടെ പാതയാണ് അള്ളാഹുവിലേക്ക് ഉള്ളൊരു പാത, അള്ളാഹുവിലേക്കുള്ളൊരു യാത്ര, അള്ളാഹുവിലേക്കുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം. ആ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ആ ഒരു റൂട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു പാതയിലേക്കാണ് നമ്മളും പോകേണ്ടത്. ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അള്ളാഹുവിൻ്റെ മഹാവലിയായിരുന്നു, മഹാനവർ. അള്ളാഹു കൊടുത്ത് ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവിടെ അവസാനിക്കും. അസ്സലാമു അലൈക്കും. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യാം.